ശ്രീ എൻ വി ബാലകൃഷ്ണൻ കൊയിലാണ്ടിക്കാരനാണ്, രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, താങ്കൾ ദൃക്സാക്ഷിയാണ് ഈ ദുരന്തത്തിന്. ആ ദിവസം തന്നെ, ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ താങ്കൾ കൃത്യമായ കാര്യങ്ങൾ അവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ ആനകളെ എപ്പോഴാണ് അവിടെ കൊണ്ടുവന്നിരുന്നത്? വെയിലത്ത് നിൽക്കുകയായിരുന്നു. ഈ ചൂടൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടല്ലോ. കുഴപ്പക്കാരനായ ആനയെ അവിടെ കൊണ്ടുവരുന്നു, ആ ആന തന്നെ അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. ഈ 3 ജീവനുകളിൽ പോയതിൽ ലീലയുടെ മരണം ആനയുടെ ചവിട്ടേറ്റിട്ടാണ് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സ്മൃതി, അങ്ങേയറ്റം വേദനാജനകമായൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വീടിൽ നിന്ന് ഏതാണ്ടൊരു 150-200 വാരയ്ക്കുള്ളിലാണ് ഈ ക്ഷേത്രം. ഞങ്ങളുടെ കുടുംബമൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ്. എൻ്റെ ജ്യേഷ്ഠൻ അവിടുത്തെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരുന്നു കുറച്ചു കാലം. ഈ മരണപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അതുപോലെ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. മരിച്ച രാജൻ എന്നോടൊപ്പം പഠിച്ച ഒരാളാണ്. അതിനുശേഷം ഇവിടുന്ന് ഊരള്ളൂർ പറയുന്ന പ്രദേശത്തേക്ക് കല്യാണമൊക്കെ കഴിച്ചിട്ട് അവിടെ വീട് വെച്ച് താമസിക്കുന്ന ഒരാളാണ്. ഈ ഉത്സവത്തിനാണ് സാധാരണയായി നാട്ടിൽ വരിക. അതുപോലെ തന്നെ ഈ പറയുന്ന ലീലയെടുത്തി പാല് കറന്ന് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എല്ലാ ദിവസവും രാവിലെ അവരുടെ അടുത്ത് നമ്മൾ സൊസൈറ്റിയിൽ പോയി പാല് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീയാണ്. ഇതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ദാസൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അമ്മയാണ് മരിച്ചത്. അപ്പോൾ എല്ലാവരും അത്രയും വേണ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഞങ്ങൾക്ക് ഈ മണക്കുളങ്ങര ക്ഷേത്രോത്സവം എന്ന് പറഞ്ഞാൽ വലിയ ഒരു കൂടിച്ചേരലിൻ്റെ ഭാഗമാണ്. എല്ലാ കുടുംബക്കാരും അതുപോലുള്ള ആളുകളൊക്കെ വന്ന് വലിയ ആഘോഷപൂർവ്വം നാടൊന്നിച്ച് മറ്റെല്ലാ പരിഗണനകളും മാറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആഘോഷമാണ് മണക്കുളങ്ങര ക്ഷേത്രോത്സവം. അതാണിപ്പോൾ ഇങ്ങനെ ഇത്രയേറെ എന്താണ് പറയുക ഒരു ദുരന്തമായിട്ട് കലാശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഞാനതിൻ്റെ മറ്റൊരുപാട് വിശദാംശങ്ങളിലേക്കൊന്നും പോകുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നാട്ടാന പരിപാലന നിയമം പാലിക്കുന്നത് ആരാണത് ഉറപ്പുവരുത്തേണ്ടതെന്നുള്ള പ്രശ്നം തന്നെയാണ്. അപ്പം മന്ത്രി ഇപ്പം പറയുന്നത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പരിശോധിച്ചുകൊണ്ട് അതിനെന്താണ് കാര്യം എന്നുള്ളതാണ് പ്രശ്നം. ഇനിയിപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കുന്നതിന് മുമ്പ് നമ്മളൊരു പരിഷ്കൃത സമൂഹമാണ്. ഈ പരിഷ്കൃത സമൂഹത്തിന് വളരെ സ്വാഭാവികമായും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഈ ആന എന്ന് പറയുന്നത് ഒരു വന്യജീവിയാണ്, ഒരു വൈൽഡ് ആനിമലാണ്. അങ്ങനെ ഒരു ആനിമൽ നമുക്കതിനെ മെരുക്കാനേ പറ്റൂ. അതിനെ നമുക്ക് ഇണക്കി മനുഷ്യനോടൊപ്പം നമ്മൾ നായ, പൂച്ച, അതുപോലെയുള്ള കന്നുകാലികൾ ഇതിനെയൊക്കെ വളർത്തുന്നത് പോലെ മനുഷ്യനോട് ഇണക്കി വളർത്താൻ പറ്റുന്ന ഒരു ജീവിയല്ല. ഒരിക്കലും അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയല്ല, അതിൻ്റെ DNA അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ആ നിലയിൽ വളർത്താൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു ജീവിയെ മനുഷ്യൻ്റെ ഏതാനും മണിക്കൂർ നേരത്തെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഇതുപോലെ നിർത്തിയിട്ട് അതിന് ഏറ്റവും വെറുപ്പുള്ള കാര്യങ്ങൾ മുമ്പിൽ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ നിയമം മൂലം സംരക്ഷിക്കുക, അതിന് ദൂരപരിധി നിശ്ചയിക്കുക, ഇതുപോലെ പറഞ്ഞ് എന്തൊരു അസംബന്ധമാണ് നിങ്ങളൊന്ന് ആലോചിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സാധു മൃഗത്തെ വെറുതെ വിട്ട് അതിനെ കാട്ടിലേക്ക് വിട്ടിട്ട് നമ്മുടെ ആഘോഷത്തിന് വേണ്ടി മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചിന്ത പരിഷ്കൃതരാണെന്ന് പറയുന്ന നമ്മുടെ മലയാളി സമൂഹത്തിന് പോലും ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇതൊന്നും ആചാരത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള എഴുന്നള്ളത്തൊക്കെ വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാം മറ്റു പലതരത്തിലുള്ള ലോബികളാണ്. നമ്മളിപ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ട്രസ്റ്റി ബോർഡ് ചെയർമാനോട് നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ബൈറ്റൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഈ ട്രസ്റ്റി ബോർഡ് ചെയർമാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റികളുടെ ഒന്നും കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് പലതരത്തിലുള്ള നമ്മൾ പക്ഷേ അനഭിലഷണീയമായ ഒരുപാട് പ്രവണതകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ആഘോഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ ഒന്നും ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് 2 ദേശങ്ങൾ തമ്മിലുള്ള വലിയ മത്സരത്തിലുള്ള ആഘോഷ വരവുകൾ വരാനിരിക്കുകയാണ്. ഒരു ആഘോഷ വരവിന് ഏതാണ്ട് ഒരു 10 ലക്ഷത്തോളം ഉറുപ്പിക ചിലവാകുന്ന രൂപത്തിലാണ് അത് അവർ പ്ലാൻ ചെയ്യുക, 2 കൂട്ടരും പ്ലാൻ ചെയ്യുക. പക്ഷേ ഈ ആഘോഷ വരവുകൾ കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ തടിച്ചുകൂടും. ഈ ആയിരക്കണക്കിന് മനുഷ്യർ തടിച്ചുകൂടി ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ഈ ആഘോഷ വരവുകൾ എത്തിച്ചേരുകയും ഈ മടക്കെഴുന്നള്ളത്ത് എന്ന് പറയുന്ന ഈ പാണ്ടിമേളത്തോടു കൂടിയൊക്കെ ഉള്ള ആഘോഷം അവിടെ തുടങ്ങുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്ര പേര് മരിച്ചു പോകും. അതിനുശേഷമാണ് ഇത്ര ഒരു അപകടം ഉണ്ടാകുന്നത് ആയിരുന്നെങ്കിൽ എത്ര പേര് മരിച്ചു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിവിടെ എടച്ചങ്ങൽ ഇടുന്നതിൻ്റെ കഥയൊക്കെ പറഞ്ഞല്ലോ. എടച്ചങ്ങൽ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് അവൾ പറയുന്നത്. എടച്ചങ്ങൽ ഇട്ടാൽ ആനയ്ക്ക് നടക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല സത്യത്തിൽ അതിന് നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന് മുമ്പിലത്തെ 2 കാലുകളെ ബന്ധിച്ച് കൊളുത്തി വെക്കുന്നതാണ് ഈ എടച്ചങ്ങല എന്ന് പറയുന്നത്. എന്നിട്ട് ആ 2 കാലും ഒരുമിച്ച് തുള്ളിയിട്ട് വേണം ഈ സാധു മൃഗം സഞ്ചരിക്കാൻ. എന്തിനു വേണ്ടിയാണ് ഈ ക്രൂരത ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ.
അതാണ് അതിനകത്ത് ഏറ്റവും പ്രശ്നം. അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. എന്നിട്ട് പലതരത്തിൽ എൻ്റെ 30 ലക്ഷം ഉറുപ്പിയൊക്കെ എൻ്റെ പ്രദേശത്തല്ല, ഞാൻ അന്വേഷിച്ചു കാര്യങ്ങൾ. ഇതിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അന്വേഷിക്കുമ്പോൾ 10-30 ലക്ഷത്തോളം ഉറുപ്പിക സമാഹരിച്ചിട്ട് ആഘോഷ വരവുകൾ നടത്തുന്ന ആളുകളുണ്ട്. ഒരു വരവ് സംഘത്തിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ പറയാണ്, ഞങ്ങളൊരു 10 പൈസ പോലും ജനങ്ങളൊന്നും പിരിക്കുന്നില്ല. പക്ഷേ 10-30 ലക്ഷം ഉറുപ്പിക ചെലവഴിക്കാൻ പറ്റും. എങ്ങനെയാണ് ചെലവഴിക്കുന്നത് ചോദിച്ചാൽ ഗാംബ്ലിങ്ങിലൂടെ സമാഹരിക്കുകയാണ്. ഗാംബ്ലിങ്ങിലൂടെ ഇത്രയും പണം സമാഹരിക്കണം. വലിയ തോതിൽ മദ്യം ഇതാക്കപ്പെടുന്നു. അങ്ങനെ പലതരത്തിൽ. അതായത് ഞാൻ പറഞ്ഞത് ഒരു ക്ഷേത്രാചാരത്തിൻ്റെ ആഘോഷത്തിൻ്റെ മറയിൽ വലിയ തോതിലുള്ള അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ, മദ്യം നമുക്ക് എല്ലായിടത്തും അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല ശ്രീ എൻ വി ബാലകൃഷ്ണൻ. അത്തരം പ്രവണതകൾ ചിലയിടത്തുണ്ടായേക്കാം, പക്ഷെ അത് എല്ലായിടത്തും എന്ന രൂപത്തിൽ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. ഞാൻ എല്ലായിടത്തും എനിക്കറിയാം. എൻ്റെ ഞാൻ പറയുന്നത് എൻ്റെ പ്രദേശ ക്ഷേത്രത്തിൽ ഇതുപോലുള്ള ഒരു സംഭവം നടന്നിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതുപോലെ നടക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ശ്രീ എൻ വി ബാലകൃഷ്ണൻ, എല്ലാ ക്ഷേത്രത്തിനും ഒരു ക്ഷേത്ര ഭരണ സമിതിയുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ഒരു ഉത്സവമാകുമ്പോൾ ആ ഉത്സവത്തിനൊരു കൂടിയാലോചന നടക്കും. നമുക്ക് ഉത്സവം ഗംഭീരമാക്കണം, ഇന്ന പരിപാടികൾ, ഇന്ന ആളുകളെ കൊണ്ടുവന്നുള്ള കലാപരിപാടികൾ, ഇതൊക്കെയാണല്ലോ പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ആനകൾ കൊണ്ടുവരാം എന്നൊരു പ്ലാൻ ചെയ്യുമ്പോൾ എവിടെ നിന്ന് ആനയെ കൊണ്ടുവരുന്നു എന്നുള്ളതും അവിടെ തീരുമാനിക്കപ്പെടുകയാണല്ലോ. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളെ കിട്ടും എന്ന തീരുമാനം അവിടെ ഉണ്ടാവുകയാണല്ലോ. എത്ര ആനകളെ കൊണ്ടുവരണം അവിടെ തീരുമാനം ഉണ്ടാവുകയാണല്ലോ. ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് അറിയാത്ത ഒരു തീരുമാനമല്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ എൻ്റെ ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിലെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അവരൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ്. ബന്ധപ്പെട്ട സുഹൃത്തുക്കളാണ് എല്ലാവരും. അതുകൊണ്ട് എനിക്കറിയാം. അവർ ഈ സാധാരണഗതിയിൽ ഒരു ആനയെ കിട്ടിയ 2 ആനയെ ഒരു ഉത്സവത്തിന് കിട്ടുക എന്ന് പറയുന്നത് ഈ സീസണിലാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ നടക്കുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഒരു 100-110 ദിവസമാണ് ഒരു ആനയെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെ 100-110 ദിവസത്തേക്കുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറ് വെക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആനയെ കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ നടത്താം. ഒരുപക്ഷെ ഈ മണക്കുളങ്ങര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ എനിക്കറിയാം. അവർ ഈ പീതാംബരൻ എന്ന് പറയുന്ന ആന അപകടകാരിയാണെന്ന് അവർ അറിയുക പോലും ചെയ്യുന്നില്ല. അവരുടെ ശ്രദ്ധയിൽ ആരും പെടുത്തുന്നില്ല. യഥാർത്ഥത്തിൽ ഗുരുവായൂർ ദേവസ്വമാണ് ഈ പീതാംബരൻ എന്ന് പറയുന്ന ആന എല്ലായ്പ്പോഴും ഈ കൂട്ടാനകളെ കുത്തുന്ന സ്വഭാവമുള്ളതാണ്. പല സ്ഥലത്ത് അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു ക്ഷേത്രോത്സവത്തിന് ഇത്ര ദൂരേക്ക് ഈ പീതാംബരൻ എന്ന് പറയുന്ന ആനയെ വിടാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് ഗുരുവായൂർ ദേവസ്വമാണ്. പക്ഷെ ആ ഗുരുവായൂർ ദിവസം തീരുമാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ആനകളെ അയച്ചിട്ട് ജീവന് അപകടം വന്നിട്ടാണെങ്കിൽ പോലും കാശുണ്ടാക്കുന്നതിനാവശ്യമായ ഒരു പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇനി സ്വകാര്യ വ്യക്തികളാണെങ്കിലും അവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആനയെ പലതരത്തിൽ നിങ്ങൾ ഈ ആനയെ വാട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അവർക്ക്. വാട്ടുക എന്ന് പറഞ്ഞ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ആനയ്ക്ക് മതമിളകുന്ന സമയത്ത് അതിന് വെള്ളം കൊടുക്കാതെ അതിനെ തളർത്തി കളഞ്ഞിട്ട് അതിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഒരു ജീവച്ഛവമായിട്ട് അതിനെ നിർത്തുക. അങ്ങനെ ജീവച്ഛവമായി നിർത്തി പണം ഉണ്ടാക്കുക. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇതുപോലൊരു വന്യജീവിയെ നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രശ്നം വളരെ ഗൗരവമായി കേരളം പോലുള്ള ഒരു പരിഷ്കൃത സമൂഹം ആലോചിക്കേണ്ടതാണ്. നമ്മൾ എന്നോ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി വേറൊരു കാര്യം ആനകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇതിനിടയ്ക്കാണ് നാട്ടാനകളിൽ നിന്നുള്ള ഈ സംഭവങ്ങൾ കൂടി ഇത് വരുത്തി വെക്കുന്നതാണ് എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. Debate with Smriti Parathikkad.